അവൾ പുച്ഛത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട്. അയാൾ തലയുയർത്താനാവാതെ തല താഴ്ത്തി തന്നെ അവിടെ ഇരിക്കുന്നു. പിന്നീട് അവൾ ഒരു തീരുമാനമെടുക്കുകയും മാമച്ചനോട് അവൾ പറയുന്നു, ഞാൻ ഇനി വീട്ടിലേക്ക് പോകുകയാണ് എന്നും ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല എന്നും ഞാൻ പോയിട്ട് ഡൈവേഴ്സ് പേപ്പർ അയക്കാമെന്നും അവൾ പറഞ്ഞ് കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ആലീസിന്റെ ആങ്ങളയുമായിട്ട് അവൾ സംസാരിക്കുകയും പള്ളിയിലെ അച്ഛൻ വന്ന് അവളെ ഉപദേശിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ കുറച്ച് നിലയും വിലയും ഉള്ളതാണെന്നും അതൊന്നും കളഞ്ഞു കുളിക്കരുതെന്നും നീ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നും ഒരിക്കലും ഡൈവേഴ്സ് തരാൻ പള്ളിയിലെ അനുവാദമില്ല എന്നും ആ അച്ഛൻ പറയും. നിസ്സഹായതയോടുകൂടെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ അവൾ പോരുന്നു. ആലീസിന്റെ ജീവിതം ശരിക്കും തടങ്കിലായതുപോലെ ആവുന്നു. ഒന്നിനും ഒരു ഉഷാറില്ലാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കുന്നുണ്ട്. പിന്നീട് അവൾ കുറെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കുകയും അവൾ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ശാരദ എന്ന ആ പെണ്ണിനെ ഭ്രാന്താക്കുകയും അവളെ ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് അമ്മിനെ പ്രസവിക്കുകയും അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തെരുവിലൂടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നടക്കുകയും ചെയ്യുന്നു. അവൾ ആ കുഞ്ഞിനെ ഒരു വീട്ടിന്റെ മുന്നിൽ ഉപേക്ഷിച്ചിട്ട് അവൾ എങ്ങോട്ടോ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ടൈലറിംഗ് ഷോപ്പിൽ കുറെ സ്ത്രീകൾ ഇരുന്ന് തയ്ക്കുന്നതും അവരോടെല്ലാവരോടും അമ്മിനെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാവരും രക്ഷപ്പെട്ടോളൂ, എല്ലാവരും പറന്നു നടന്നോളൂ, ഈ ലോകത്ത് പറക്കാനുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം എന്നും അവൾ പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അലറി അവരെ എല്ലാവരും തുറന്നു വിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകളും പുറത്തേക്ക് ഓടുന്നു. കഥാകൃത്ത് ഉദ്ദേശിച്ചിട്ടുള്ളതും സ്ത്രീകൾ എല്ലാവരും പറക്കട്ടെ എന്നായിരിക്കാം. ഇതോടുകൂടെ കഥ അവസാനിക്കുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ടുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കാണാൻ മറക്കരുത്. ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.